ഇനി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ ഇന്നലെ വഞ്ചൂരിൽ ഒരു വെടിവെപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ നൽകിയിരുന്നു. കാരണം നമുക്കറിയാം, സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ വെടിവെപ്പ് എയർഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചത്. പക്ഷേ ഇത്തരം വെടിവെപ്പിൻ്റെ വാർത്തകളൊക്കെ സ്വാഭാവികമായും വരുന്നത് അമേരിക്കയിൽ നിന്നൊക്കെയാണ്. പക്ഷേ വഞ്ചൂരിലെ ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ വളരെ ഞെട്ടലോടെയാണ് എന്താണ് ഉണ്ടായതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെയൊക്കെയാണ് കേട്ടത്. എന്തായാലും പ്രതിയെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വ്യക്തിവിദ്വേഷമാകാമെന്നുള്ള പോലീസിൻ്റെ നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇന്നലെ ഏറെ ഞെട്ടിപ്പിച്ച മറ്റൊരു വാർത്ത, ഈ കൊല്ലത്ത് ഗർഭിണിയായ ഒരു കുതിരയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ തുടരന്വേഷണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി സമരമുണ്ട് എന്ന് അറിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളൊക്കെ അറിയേണ്ടതുണ്ട്. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ആഷിഖ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസി. ആഷിഖ്, ഇന്നിപ്പോൾ തിരുവനന്തപുരത്തും ധാരാളം വാർത്തകൾ, പ്രത്യേകിച്ച് ഓരോ സംഭവ വികാസങ്ങളുടെ പേരിലുള്ള തുടർ വാർത്തകൾ ഉണ്ടാകുന്ന ദിവസമാണെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഏതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട വാർത്തകളായി വരിക? ജിൽസി പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് വരുന്നത് വഞ്ചൂരിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളായിരിക്കും. അതിൽ തന്നെയും ഈ പ്രതി ആരാണ്, ആക്രമി ആരാണെന്ന് ഇതേവരെ പോലീസിനെ തിരിച്ചറിയാൻ കഴിയാത്തത് വാർത്തകൾക്ക് വലിയൊരു സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രതി ആക്രമണം നടത്തിയതിൻ്റെയോ ആക്രമിക്കാനായി വന്നിറങ്ങുന്നതിൻ്റെയോ ദൃശ്യങ്ങൾ ഇതേവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അതേസമയം ഇവർ വന്നിറങ്ങുന്ന വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വാഹനം പോയ വഴിയുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇന്ന് നടത്തുമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ വെടിയേറ്റ ഷിനിമോളോടുള്ള വ്യക്തിവിദ്വേഷമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന നിഗമനമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഷിനിമോളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുവാൻ സഹായിക്കുമെന്നും പോലീസ് നിഗമനം ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റ് വാർത്തകൾ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ജിൽസി പറഞ്ഞതുപോലെ കൊല്ലത്ത് ഈ ഗർഭിണിയായ കുതിരയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അവിടെയും പ്രതികൾ ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. 6 പേരുടെ അടങ്ങുന്ന സംഘമാണ് ഈ കുതിരയെ ആക്രമിച്ചതെന്നാണ് CCTV ദൃശ്യങ്ങളടക്കം വ്യക്തമാകുന്നത്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം കൊല്ലത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മഴയാണ്, കാലാവസ്ഥയാണ്. കാലാവസ്ഥ ഇന്ന് നിലവിൽ 4 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ തലസ്ഥാനത്ത് ഇന്ന് രാവിലെ അടക്കം ശക്തമായ മഴ ലഭിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ചാണെങ്കിൽ വരുന്ന 5 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടലിൽ പോകുന്നവരോട് വലിയ ജാഗ്രത പുലർത്താൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ട്. മലയോര പ്രദേശങ്ങളിലുള്ളവരോടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, പത്തനംതിട്ട ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ അപര്യാപ്തതകൾ, നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം നേടാൻ പോലും ഉള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. വരുന്ന തിങ്കളാഴ്ച പത്തനംതിട്ടയിലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാർത്തകൾ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മറ്റൊരു കാര്യമുള്ളത്, കേരള സർവകലാശാലയിൽ ഇന്ന് സെനറ്റ് തിരഞ്ഞെടുപ്പ് നടക്കും. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഉണ്ടാകും. കൂടാതെ ഡൽഹിയിൽ അന്തരിച്ച നവീന്റെ, ഈ അപകടത്തിൽ IAS അക്കാദമിയിൽ ഉണ്ടായ ദുരന്തത്തിൽ അന്തരിച്ച നവീന്റെ മൃതദേഹം ഇന്ന് ഏതാണ്ട് 12 മണിയോടെ, 11:45 എന്നാണ് നമ്മളോട് സമയം പറയുന്നത്, 12 മണിയോടെ ഇവിടെ മൃതദേഹം എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ നവീന്റെ സംസ്കാര ചടങ്ങുകൾ അടക്കം ഇവിടെ ഉണ്ടാകും. അപ്പോൾ മൃതദേഹം എത്തിക്കുന്നതടക്കമുള്ള ആ വാർത്തകളും ഇന്നേ ദിവസം വൈകിയും ഉണ്ടാകും. വലിയ വാർത്താ പ്രാധാന്യമുള്ള വാർത്തകളാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരാനിരിക്കുന്നത് ജിൽസി. തീർച്ചയായും ആഷിഖ്, അതായത് നല്ല നിന്ന് തിരിയാൻ നേരമില്ലാത്ത ദിവസമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഒരുപാട് വാർത്തകൾ ഒരേ സമയം വരുന്ന ഒരു ദിവസം കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളുമൊക്കെയായി നമുക്ക് ആഷിഖിനെ വീണ്ടും കാണാം. ആഷിഖ്, ഒരു നല്ല വാർത്താ ദിനം ആശംസിക്കുകയാണ്. ആഷിഖ്, ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ദേശാഭിമാനിയിൽ ഒരു റിപ്പോർട്ട് ഇന്ന് രാവിലെ കണ്ടിരുന്നു. അതുകൊണ്ടൊന്ന് പറയാം. അതായത് ഈ മഴ പെയ്ത്തിന്റെ സ്വഭാവം മാറുകയാണ്. ഇപ്പോൾ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. പലതരത്തിലുള്ള അലേർട്ടുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഴയുടെ സ്വഭാവം മാറുന്നത് എനിക്ക് തോന്നുന്നു ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ വളരെ മിതത്വമുള്ള ഒരു മഴ ഇല്ലാതായിക്കൊണ്ട് അതിതീവ്ര മഴയാണ്. ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് മഴ പെയ്യുകയാണ്, നല്ല മഴ പെയ്യുകയാണ്. പക്ഷേ അതുകൊണ്ട് ഭൂമിക്ക് വലിയ കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ഈ ഭൂമിക്ക് വെള്ളം വലിച്ചെടുക്കാനുള്ള സമയമാകുന്നതിന് മുമ്പ് ഇത് കുത്തൊലിച്ച് കടലിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ മഴയുടെ സ്വഭാവം മാത്രമല്ല, ഇടിമിന്നലിൻ്റെയും ഒപ്പം തന്നെ അളവും തീവ്രതയും തോതും ഒക്കെ വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. പുതിയ പ്രതിഭാസമായി മിന്നൽ ചുഴലി വരുന്നു എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ പ്രകൃതി വലിയൊരു മാറ്റത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. പ്രകൃതിയിലുണ്ടാകുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ അത് കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടെ സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി കണ്ടു. അപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം.